ഉത്തർപ്രദേശിലെ ഒരു റിക്ഷാക്കാരൻ അദ്ദേഹം പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് എത്തി. പതിവ് പോലെ ഏത് പാമ്പാണ് കടിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമല്ലോ. നേരെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് ആ പാമ്പിനെ എടുത്ത് അങ്ങ് കൊടുത്തു. ഡോക്ടർമാരാകെ പേടിച്ചു പോയി. ആശുപത്രിയിലാകെ ബഹളമായി. മറ്റു രോഗികളുടെയൊക്കെ ജീവൻ അപകടത്തിലാക്കുമെന്ന ഒരു വലിയ ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം തന്നെ വളർത്തുന്ന പാമ്പാണോ ഇത് എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം എന്തായാലും വന്നിട്ടില്ല. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. 39-കാരനായ ദീപകാണ് ജില്ലാ ആശുപത്രിയിലേക്ക് പാമ്പുമായി എത്തിയത്. പാമ്പ് കടിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്കായാണ് അദ്ദേഹം ആശുപത്രിയിലെത്തിയത്. ഒരു സംശയമില്ല, അയാൾ വളർത്തുന്ന പാമ്പാന്ന് തോന്നണം. കാരണം അയാൾ ഇത്ര കോൺഫിഡൻറ്റോടെ അയാൾ കടിച്ച പാമ്പിന് പോക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് വരേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാരെ കടിച്ച പാമ്പിന് ഏതാണെന്ന് നമുക്കറിയില്ലെങ്കിൽ വിഷചികിത്സയ്ക്ക് കടിച്ച പാമ്പ് ഇന്ന പാമ്പാന്ന് പുള്ളിക്കറിയാം. എന്തിനാണത് ഇടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് വന്നാൽ മറ്റുള്ള രോഗികളുടെ ജീവൻ കൂടിയല്ലേ അയാൾ വെള്ളത്തിലാക്കാൻ ശ്രമിച്ചത്. പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ കൂളായിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നെങ്കിൽ അയാളൊരു പാമ്പ് വളർത്തക്കാരനാണെങ്കിൽ പാമ്പിന് പരിചയമുള്ള എന്തെങ്കിലും ഗവേഷകരോ അല്ലെങ്കിൽ പാമ്പുകളെ പിടിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും. അത്രയും രീതിയിൽ കോൺഫിഡൻറ്റോടെ പുള്ളി ഒരു പോക്കറ്റിലൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിൽ ഈ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വരണമെങ്കിൽ അയാൾ വളർത്തിയതാണ്. പക്ഷേ അത് കാണിച്ചതൊക്കെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ആ കടിച്ചു പാമ്പ് ആ ആശുപത്രിയിൽ വന്ന് എങ്ങാനും പുള്ളിയായി അബദ്ധം പറ്റി അത് ഏതെങ്കിലും രോഗികൾ കയറി കടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു പുള്ളി ശരിക്കും വളർത്തണ പാമ്പാണെന്നാണ് തോന്നുന്നത്. അത് ഡൗട്ട് ഒന്നിലും ഇയാൾക്ക് നല്ല പാമ്പുകളായിട്ട് നല്ല പരിചയം ഉണ്ടാവും. എന്തായാലും ഈ കാണിച്ചത് വളരെ മോശമായി പോയി.